പൊങ്കാല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ്. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചുമറിയുക എന്നാണ്. മനമുരുകിക്കരയുന്ന മംഗമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത്. ആചാരപരമായി അരിയും ശർക്കരയും നാളികേരവും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേദിക്കുന്നു. പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. ദ്രാവിഡ ഗോത്ര ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല. അവരായിരുന്നു അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നത്. ശാക്തേയ ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി ഇന്നത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ അനുഷ്ഠാനം കാണപ്പെടുന്നത്. ശാക്തേയ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. തങ്ങളുടെ ദേശദൈവത്തിന് വർഷത്തിലൊരിക്കൽ സ്വന്തം കയ്യാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഒരു ചടങ്ങായിരുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞു കിട്ടുന്ന എല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്നും ആദ്യത്തെ പങ്ക് പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത്. പൊങ്കാല പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇത്. പലയിടങ്ങളിലും ഈ ചടങ്ങിന് മാറ്റം വന്നു. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും ഇതെല്ലാം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു പോരുന്നതായി കാണാം. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മയോട് പറയാൻ. കാര്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് പറ്റുന്ന സമയത്ത് ഒക്കെ ആണെങ്കിൽ എന്തായിരുന്നാലും അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാൻ വന്നിരിക്കും. അതിപ്പോൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു എന്തോ ഒരു വല്ലാത്തൊരു ഇതായിരിക്കും. ഇത് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ദേവിയുടെ ശക്തി മാത്രമേ ഉള്ളൂ. എല്ലാവരും നല്ലതായിട്ട് നിന്ന് പ്രാർത്ഥനയോടുകൂടി പൊങ്കാല ഇടുന്നതാണ്. തരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ ഐശ്വര്യമാണ് അമ്മ. അമ്മയുടെ നടയിൽ വന്നത് ഇത് പൊങ്കാല ഇടുമ്പോൾ ഞങ്ങൾക്ക് ശരീരസുഖം, മനസ്സിന് സമാധാനം, സന്തോഷം ഇതെല്ലാം ഈ നാട്ടുകാർക്കതുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് പൊങ്കാല ഇടുന്നത്. പൊങ്കാല ഇടുക മാത്രമല്ല, വെള്ളിയാഴ്ച തോറും ഉച്ചയ്ക്ക് വന്ന് തൊഴും. മാതൃദൈവാരാധന അഥവാ ശാക്തേയ ആരാധനയുടെ ഭാഗമാണ് പൊങ്കാല. മാതൃദൈവവും കാർഷിക സമൃദ്ധി എന്നിവയുമായുള്ള ബന്ധത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് പൊങ്കാല. ഇക്കൊല്ലം നല്ല വിളവും അനുഗ്രഹവും തന്ന ഭഗവതി അടുത്ത കൊല്ലവും നല്ല വിളവും അനുഗ്രഹവും തരണേ എന്നൊരു പ്രാർത്ഥന കൂടി ഇതിൽ കാണാവുന്നതാണ്. തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ വലിയൊരു ആഘോഷമാണ്. കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാലയടക്കം നിരവധി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ പൊങ്കാല ചടങ്ങുകളുണ്ട്. 1000 വർഷങ്ങൾക്ക് മുൻപാണ് പൊങ്കൽ തുടങ്ങിയത്. ചോള ഭരണകാലത്തിന്റെ മധ്യകാലത്ത് പുതിയീട് ആഘോഷിച്ചിരുന്നതായി ശിലാലിഖിതങ്ങൾ പറയുന്നു. പുതിയീട് കൊല്ലത്തിലെ ആദ്യത്തെ വിളവെടുപ്പാണ്. ഏറ്റവും പേരുകേട്ടതും പ്രധാനവും തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്. അനന്തപുരിയുടെ ദേശീയ ഉത്സവമെന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിപ്പിക്കപ്പെടുന്നു. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറ്റുകാൽ. ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് പൊങ്കാല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ അറിയപ്പെടുന്നത്. മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്നു വരുന്ന ഈ ദിവസം ആദിപരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്കുണ്ടാകുമെന്നാണ് വിശ്വാസം. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റംപാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളി രൂപം പൂണ്ട് തന്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് ശ്രീ മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത്. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. കേരളത്തിലെ ദുർഗ, ഭദ്രകാളി, ശ്രീപാർവതി, ഭുവനേശ്വരി, ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ പൊങ്കാല കൂടുതലായി കാണപ്പെടുന്നു.
ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതിപ്പോരുന്നത്. പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. ചിലർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വ്രതം നോക്കി സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുന്നുമുണ്ട്. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുണ്ട്. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം. സാധാരണയായി പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത്. ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. പൊങ്കാലയിൽ പ്രധാനമായും 3 വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത്. പായസം, മണ്ടപ്പുറ്റ്, തെരളിയപ്പം അഥവാ കുമ്പിളപ്പം, മോദകം തുടങ്ങിയവയാണിത്. സാധാരണയായി മിക്കവരും ശർക്കര പായസമാണ് നിവേദിക്കാറുള്ളത്. രോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത്. അരി, പയർ, ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. നിവേദ്യ വസ്തു എന്തുതന്നെയായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു.